ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിസംബർ 15 PSC ബുള്ളറ്റിൽ വന്ന കറണ്ട് അഫയേഴ്സാണ്. ആദ്യം കുറച്ച് സ്പോർട്സ് ഫാക്ട്സാണ് നോക്കാം. വനിതാ കബഡി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ഫൈനലിൽ തായ്പേയിയെ 35-28 പരാജയപ്പെടുത്തി. അപ്പോൾ വനിതാ കബഡി ലോകകപ്പിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? തായ്പേയിയെ 35-28 പരാജയപ്പെടുത്തിയത്. സ്വീഡൻ്റെ പോൾ വോൾട്ട് ഇതിഹാസം അർമാൻഡ് ഡുപ്ലന്റിസിനും അമേരിക്കയുടെ വനിതാ ട്രാക്ക് വിസ്മയം സിഡ്നി മക്ലോഗ്ലിൻ ലെവ്റോണിനും ലോക അത്ലറ്റിക് ഫെഡറേഷൻ്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം. അപ്പോൾ ലോക അത്ലറ്റിക് ഫെഡറേഷൻ നൽകുന്ന അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച പുരുഷ താരമാണ് അർമാൻഡ് ഡുപ്ലന്റിസ്. അർമാൻഡ് ഡുപ്ലന്റിസ് സ്വീഡൻ്റെ പോൾ വാൾട്ട് താരമാണ്. വനിതാ താരമാണ് അമേരിക്കയുടെ സിഡ്നി മക്ലോഗ്ലിൻ ലെവ്റോൺ. അമേരിക്കയുടെ വനിതാ ട്രാക്ക് വിസ്മയമാണ് സിഡ്നി മക്ലോഗ്ലിൻ ലെവ്റോൺ. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്. മഡ്ഗാവിൽ നടന്ന ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഈസ്റ്റ് ബംഗാളിനെ 5-4 കീഴടക്കി. അപ്പോൾ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവയാണ്. ഫൈനൽ മത്സരം നടന്നത് മഡ്ഗാവിലാണ്. കീഴടക്കിയത് ഈസ്റ്റ് ബംഗാളിനെ. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവ, തോൽപ്പിച്ചത് ഈസ്റ്റ് ബംഗാളിനെ. ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി വിരാട് കോഹ്ലി. റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഏകദിന ക്രിക്കറ്റിൽ 52ാം സെഞ്ചുറി നേടിയതോടെ 51 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് കോഹ്ലി മറികടന്നു. ഏകദിനത്തിൽ കോഹ്ലിക്കിപ്പോൾ 53 സെഞ്ചുറികളുണ്ട്. അപ്പോൾ ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തം പേരിലാക്കിയ റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. ഇത് 51 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ റെക്കോർഡാണ് കോഹ്ലി മറികടന്നത്. ഏകദിനത്തിൽ കോഹ്ലിക്കിപ്പോൾ 53 സെഞ്ചുറികളുണ്ട്. ഗുവാഹട്ടിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 2ാം ടെസ്റ്റിലെ ഇന്ത്യയുടെ 408 റൺസ് തോൽവി ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ റൺസിൻ്റെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ തോൽവിയായി. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ തോൽവിയായത് ഇന്ത്യ ആർക്കെതിരെയായിട്ടായിരുന്നു? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. ഗുവാഹട്ടിയിൽ നടന്ന 2ാം ടെസ്റ്റിലാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ബ്രിട്ടീഷ് ഡ്രൈവർ ലാൻഡോ നോറിസിന് ലോക കിരീടം. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ കിരീടം നേടിയത് ബ്രിട്ടീഷ് ഡ്രൈവറായ ലാൻഡോ നോറിസ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയിലെ അഹമ്മദാബാദ് നഗരം വേദിയാകും. അപ്പോൾ 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണ്? അഹമ്മദാബാദ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡ് ഇന്ത്യൻ ഓപ്പണർ രോഹിത് ശർമ്മയ്ക്ക്. 352 6 രോഹിത് ശർമ്മ നേടിയിട്ടുള്ളത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡ് നേടിയതാരാണ്? രോഹിത് ശർമ്മ. 2026 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ നിയമിതനായി. അപ്പോൾ 2026 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം മൊറോക്കോ ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമിക്ക്. അപ്പോൾ ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അഷ്റഫ് ഹക്കീമിയാണ്. അദ്ദേഹം മൊറോക്കോ ക്യാപ്റ്റനാണ്. പ്രായം കുറഞ്ഞ ഫിഡെ ചെസ് ലോകകപ്പ് ജേതാവായി ഉസ്ബെക്കിസ്ഥാൻ താരം യാവോഹിർ സിന്ദ്രോവ് ഉസ്ബെക്കിസ്ഥാൻ താരമാണ്. പ്രായം കുറഞ്ഞ ഫിഡെ ചെസ് ലോകകപ്പ് ജേതാവാണ് യാവോഹിർ സിന്ദ്രോവ്. 19കാരനാണ് യാവോഹിർ സിന്ദ്രോവ്. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളം. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളം. 14ാം ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. 14ാം ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം നേടിയത് ജർമ്മനി. ചെന്നൈയിലാണ് ഫൈനൽ നടന്നത്. സ്പെയിനിനെയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-2 കീഴടക്കിയത്. അർജന്റീനയെ 4-2 തകർത്ത് ഇന്ത്യ 3ാം സ്ഥാനം കരസ്ഥമാക്കി. അപ്പോൾ 14ാം ജൂനിയർ ഹോക്കി ലോകകപ്പിൽ കിരീടം നേടിയത് ജർമ്മനിയാണ്. ജർമ്മനി പരാജയപ്പെടുത്തിയത് സ്പെയിനെയാണ്. ഇന്ത്യക്ക് 3ാം സ്ഥാനമുണ്ട്.
ഇന്ത്യ പരാജയപ്പെടുത്തിയത് അർജൻറ്റീനയെ. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൽ പോർച്ചുഗലിന് കിരീടം. ഖത്തറിലെ ദോഹയിൽ നടന്ന ഫൈനലിൽ 1 ഗോളിന് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തി. അപ്പോൾ ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് പോർച്ചുഗലാണ്, പരാജയപ്പെടുത്തിയത് ഓസ്ട്രിയയാണ്. മത്സരം നടന്നത് ഖത്തറിലെ ദോഹയിലാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച രാജ്യം ശ്രീലങ്ക. ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ രക്ഷാ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. അപ്പോൾ ഓപ്പറേഷൻ സാഗർ ബന്ധു ഇന്ത്യയുടെ ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യമാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച രാജ്യമാണ് ശ്രീലങ്ക. അടുത്തത് കുറച്ച് നിയമനങ്ങളാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി രാമകൃഷ്ണൻ ചന്ദർ നിയമിതനായി. അപ്പോൾ LIC ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് രാമകൃഷ്ണൻ ചന്ദർ. ജസ്റ്റിസ് വിക്രം നാഥ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് വിക്രം നാഥ്. LIC ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രാമകൃഷ്ണൻ ചന്ദർ. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസാണ്. സുനിൽ പലിവാൾ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായി. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് സുനിൽ പലിവാൾ. അടുത്തത് ഉഷ ജാനകി രാമൻ റിസർവ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായി. റിസർവ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായ വനിതയാണ് ഉഷ ജാനകി രാമൻ. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്താണ്. അടുത്തത് കുറച്ച് പുരസ്കാരങ്ങളാണ്. PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ CV ബാലകൃഷ്ണന്. PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ചത് CV ബാലകൃഷ്ണൻ. സൂറത്ത് കേരള കലാസമിതിയുടെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്. സൂറത്ത് കേരള കലാസമിതിയുടെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്. ഭാഷാചാര്യ പുരസ്കാരം ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണന്. ഭാഷാചാര്യ പുരസ്കാരം ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണന്. MT വാസുദേവൻ നായർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. MT വാസുദേവൻ നായർ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂർ. പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിക്ക്. പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിച്ചത് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിക്ക്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് വിഖ്യാത ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്ക്. അപ്പോൾ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ച വ്യക്തിയാണ് അബ്ദുറഹ്മാൻ സിസാക്കോ. അദ്ദേഹം ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം അനന്ത് അംബാനിക്ക്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം അനന്ത് അംബാനിക്ക് ലഭിച്ചു. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസംബർ 1 കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഫ എന്ന് പറഞ്ഞ സംഘടന കൊടുക്കുന്ന പുരസ്കാരമാണ് ഫിഫ പീസ് പ്രൈസ്. അത് ഡിസംബർ 5 പ്രഖ്യാപിച്ചത്. അത് ആദ്യമായിട്ട് ലഭിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ്. അടുത്തത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ആഷ്ലെ മെയ്ഫെയർ സംവിധാനം ചെയ്ത വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്തിന് സുവർണ മയൂരം ലഭിച്ചു. അപ്പോൾ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം ലഭിച്ച ചിത്രമാണ് സ്കിൻ ഓഫ് യൂത്ത്. അതൊരു വിയറ്റ്നാമീസ് ചിത്രമാണ്. അത് സംവിധാനം ചെയ്തത് ആഷ്ലെ മെയ്ഫെയർ. അപ്പോൾ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം ലഭിച്ച സിനിമയുടെ പേരാണ് സ്കിൻ ഓഫ് യൂത്ത്. വിയറ്റ്നാമീസ് ചിത്രമാണ്. അത് സംവിധാനം ചെയ്തത് ആഷ്ലെ മെയ്ഫെയർ. മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഉബൈമർ റിയോസ്. എ പോയറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഉബൈമർ റിയോസിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജറ സോഫിജ ഒസ്താൻ മികച്ച നടിയുമായി. അപ്പോൾ മികച്ച നടിയാണ് ജറ സോഫിജ ഒസ്താൻ.
അഭിനയിച്ച ചിത്രം ലിറ്റിൽ ട്രബിൾ ഗേൾസ്. മികച്ച സംവിധായകൻ സന്തോഷ് ധവകർ. ചിത്രം ഗൊന്തൽ. അപ്പോൾ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം ലഭിച്ച ചിത്രം വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്ത്. മികച്ച നടൻ ഉബൈമർ റിയോസ്. ചിത്രം എ പോയറ്റ്. മികച്ച നടി ജറ സോഫിജ ഒസ്താൻ. ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച സംവിധായകൻ സന്തോഷ് ധവകർ. ചിത്രം ഗൊന്തൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി വേദയുദ്ധക്കപ്പലായ INS മാഹി കമ്മീഷൻ ചെയ്തു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി വേദയുദ്ധക്കപ്പലാണ് INS മാഹി. എത്യോപ്യയിലെ ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം 12,000 വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എത്യോപ്യയിലാണ്. അത് 12,000 വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ചു. അപ്പോൾ എത്യോപ്യയിലാണ് ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം. റിയാദ് മെട്രോ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ല ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു. അപ്പോൾ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ഡ്രൈവറില്ല ട്രെയിൻ ശൃംഖലയാണ് റിയാദ് മെട്രോ. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ല ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചതാണ് റിയാദ് മെട്രോ. അടുത്തത് തിരുവനന്തപുരത്തിനടുത്തുള്ള നെട്ടുകാൽ തീരി തുറന്ന ജയിലിന് സമീപം പ്രതിരോധ വകുപ്പിൻ്റെ അത്യാധുനിക ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നു. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തിനടുത്തുള്ള നെട്ടുകാൽ തീരി തുറന്ന ജയിലിന് സമീപം. പ്രതിരോധ വകുപ്പിൻ്റെ അത്യാധുനിക ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റാണ് തിരുവനന്തപുരത്ത് നിലവിൽ വരുന്നത്. പദവിയിലിരിക്കെ വിവാഹിതനാകുന്ന ആദ്യ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി ആന്റണി ആൽബനീസ്. ജോഡി ഹൈഡനാണ് വധു. അപ്പോൾ പദവിയിലിരിക്കെ വിവാഹിതനാകുന്ന ആദ്യ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആന്റണി ആൽബനീസ്. ജോഡി ഹൈഡനാണ് വധു. ഡൽഹി IITയിൽ ജൻസി തപാൽ ഓഫീസ് തുറന്ന് ഇന്ത്യ പോസ്റ്റ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ജൻസി തപാൽ ഓഫീസ് തുറന്നത് എവിടെയാണ്? ഡൽഹി IIT. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ് ജക്കാർത്ത. അത് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി ഡൽഹിയിലെ ഗാസിപ്പൂർ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷനാണ് ഡൽഹിയിലെ ഗാസിപ്പൂർ പോലീസ് സ്റ്റേഷൻ. രാജ്യത്തെ രാജ്ഭവനുകൾ 2025 ഡിസംബർ 1 മുതൽ ലോക് ഭവൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു. അപ്പോൾ രാജ്ഭവനുകളുടെ പുതിയ പേരാണ് ലോക് ഭവൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ നിലവിൽ വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ്. അടുത്തത് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്തി മടങ്ങാൻ ശേഷിയുള്ള നീലഗിരി ക്ലാസിലെ 4ാമത്തെ കപ്പലായ INS താരഗിരി ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമായി. അപ്പോൾ നീലഗിരി ക്ലാസിലെ 4ാമത്തെ കപ്പലാണ് INS താരഗിരി. അത് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്തി മടങ്ങാൻ ശേഷിയുള്ള കപ്പലുകളാണ് നീലഗിരി ക്ലാസ്സിലുള്ളത്. അതിൽ 4ാമത്തെ കപ്പലാണ് INS താരഗിരി. അടുത്തത് മധ്യപ്രദേശിൽ നിന്നുള്ള പന്ന വജ്രത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു. അപ്പോൾ ഭൗമസൂചിക പദവി ലഭിച്ച മധ്യപ്രദേശിൽ നിന്നുള്ള ഇനമാണ് പന്ന വജ്രം. 2026 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 23. 2026 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 23ആണ്. അടുത്തത് 23ാം ഇന്ത്യ റഷ്യ ഉച്ചകോടി ഡിസംബർ 4-5 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടന്നു. അപ്പോൾ 2025 ഡിസംബറിൽ നടന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടി 23ാമത്തെ ഉച്ചകോടിയാണ്. അത് നടന്നത് ന്യൂഡൽഹിയിലാണ്. 16-ൽ താഴെ പ്രായമുള്ള ഓസ്ട്രേലിയക്കാരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനുള്ള നിയമം കൊണ്ടുവന്ന ഓസ്ട്രേലിയൻ സർക്കാർ. 16-ൽ താഴെ പ്രായമുള്ളവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനുള്ള നിയമം കൊണ്ടുവന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അടുത്തത് കുറച്ച് വിയോഗങ്ങളാണ്. മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്പീക്കറുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്പീക്കറുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജയ്സ്വാൾ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജയ്സ്വാൾ അന്തരിച്ചു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു.
കൊയിലാണ്ടി MLA, കാനത്തിൽ ജമീല അന്തരിച്ചു. ലോക പ്രശസ്ത ചെക്ക് ഇംഗ്ലീഷ് നാടകകൃത്ത് ടൊമാഷ് സ്ട്രൗസ്ലർ. സർ ടോം സ്റ്റൊപ്പാർഡ് അന്തരിച്ചു. ലോക പ്രശസ്ത ചെക്ക് ഇംഗ്ലീഷ് നാടകകൃത്താണ് ടൊമാഷ് സ്ട്രൗസ്ലർ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സർ ടോം സ്റ്റൊപ്പാർഡ്. അദ്ദേഹം അന്തരിച്ചു. ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്രിക്കറ്റ് ബാറ്റർ റോബിൻ സ്മിത്ത് അന്തരിച്ചു. അപ്പോൾ റോബിൻ സ്മിത്ത് ക്രിക്കറ്റ് കളിക്കാരനാണ്. ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് ബാറ്ററാണ് റോബിൻ സ്മിത്ത്. അദ്ദേഹം അന്തരിച്ചു. പ്രശസ്ത കന്നഡ നടൻ MS ഉമേഷ് അന്തരിച്ചു. അപ്പോൾ MS ഉമേഷ് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ആളാണ്. കന്നഡ നടനാണ്. അദ്ദേഹം അന്തരിച്ചു.